ആമയുടെയും മുയലിന്റെയും കഥ അറിയാം. പണ്ട് ആമയും മുയലും കൂടി ഓട്ടമത്സരം വെച്ചതും ആമയെ തരം താഴ്ത്തി കണ്ടതിന്റെ ഫലമായി മുയൽ പരാജിതനായതും ഒരു ചരിത്ര കഥയാണ്. എന്നാൽ പുതുതലമുറയിലും ഈ ആമയും മുയലും കൂടി ഒരു മത്സരം വെച്ചു. ഓട്ടമത്സരം ആരംഭിച്ചു. പണ്ട് തനിക്ക് പറ്റിയ അമളി ഇത്തവണ അനുഭവത്തിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കിയ മുയൽ വളരെ തന്ത്രപൂർവം വേഗത്തിൽ കുതിച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയതിനു ശേഷം മാത്രം മതി വിശ്രമം എന്ന രീതിയിലാണ് മുയൽ കുതിച്ചത്. എന്നാൽ വൈതരണികൾ, തടസ്സങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വിജയത്തിനടുത്തെത്തുമ്പോഴും പരാജയത്തിന്റെ ഒരു മണം മണക്കണം എന്ന് പറഞ്ഞതുപോലെ മുയൽ ഫിനിഷിംഗ് പോയിന്റിന് അടുത്തെത്താറായപ്പോൾ നടുക്ക് ഒരു തടാകം കാണാനിടയായി. മുയലാകെ വിഷമിച്ചു. കടക്കാൻ പറ്റാത്ത രീതിയിൽ അത് ചിന്തിച്ചവിടെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എഴഞ്ഞെഴഞ്ഞ് ആമ അവിടെ എത്തി. മുയൽ ആമയെ നോക്കി. എന്നാൽ ആമ മുയലിനോട് തന്റെ പുറത്തു കയറാൻ ആവശ്യപ്പെടുകയും മുയലിനെ കൊണ്ട് ആമ മറുകര എത്തുകയും ചെയ്തു. അതിനുശേഷം മുയൽ വീണ്ടും ഓടി. കുറെ ദൂരം ചെന്നപ്പോൾ മുയലിന് നടുക്ക് ഒരു കിടങ്ങ് കണ്ടു. മുയലിന് അനായാസമായി കിടങ്ങ് ചാടിപ്പോകാം. എന്നാൽ മുയൽ അത് ചാടിയില്ല. കാരണം പാവം ആമ, അവൻ വരട്ടെ, അവൻ ഇതെങ്ങനെ കടക്കും എന്നുള്ള ചിന്തയായി. ഒടുക്കം ആമ എത്തി. ആമയെ മുയൽ കൂടി സഹായിച്ചു. രണ്ടുപേരും അപ്പുറം കടന്നു. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അതെ, തീർച്ചയായിട്ടും നമ്മളുടെ ഓഫീസിലും നമ്മളുടെ പ്രവർത്തന മേഖലയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സ്ഥാപനത്തിലും നമ്മുടെ സ്കൂളിലും ഒക്കെ എല്ലാവരും കഴിവുള്ളവരല്ല, ഒരുപോലെ കഴിവുള്ളവരല്ല. ചിലത് ചിലർക്ക് ഇണങ്ങും, ചിലർക്ക് ഇണങ്ങാതിരിക്കും. എല്ലാത്തിലും പ്രാവീണ്യം നേടിയവർ ചുരുക്കമാണ്. അപ്പോൾ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുക, ഇവര് രണ്ടുപേർ കൂട്ടായ ഉത്തരവാദിത്വം. നമ്മുടെ കൂട്ടത്തിൽ കുരുടനും കുള്ളനും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തവനും ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ തോളിലേറ്റി കൊണ്ടുപോകണം എന്ന ഒരു സന്ദേശമാണ് ഈ കഥ നമുക്ക് തരുന്നത്. നമ്മുടെ ഓഫീസിലൊക്കെ എല്ലാവരും മിടുക്കന്മാരല്ല. ചില കാര്യങ്ങളിൽ ചിലർ മിടുക്കരായിരിക്കും, ചില കാര്യങ്ങളിൽ വേറെ ചിലർ മിടുക്കരായിരിക്കും. അപ്പോൾ മിടുക്കില്ലാത്തവനെ തള്ളിക്കളയുക, തോൽപ്പിക്കുക, ഒഴിവാക്കുക എന്നുള്ളതല്ല, അവനെയും കൂടി വിജയത്തിലേക്ക് കൊണ്ടുവരാൻ, അവനെയും കൂടി തോളിലേറ്റി നമ്മൾ വിജയത്തിൽ എത്തുക എന്നുള്ളതാണ്.